തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനിരിക്കുകയാണ് സർക്കാരിന് മുകളിൽ ഇടുത്തി പോലെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം വന്നു വീണത്. ഇപ്പോൾ മന്ത്രി ഭാര്യയെ പറഞ്ഞ് അനുനയിപ്പിച്ച് ആ വിഷയം ഡീൽ ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ രാജി അനിവാര്യമാകില്ല. പക്ഷേ രാഷ്ട്രീയമായി വലിയ വെല്ലുവിളി. കാരണം പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണ്. മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ വാചകങ്ങൾ മുതൽ കുടിച്ച ചായക്കപ്പ് വരെ മുഖ്യമന്ത്രിയെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി ഇത് വന്നാൽ എത്രമാത്രം പരിക്ക് ഇടതുമുന്നണി കേൾക്കും? UDF-ന് ഇതൊരു അഡ്വാൻറ്റേജായി മാറുമോ? രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ മറികടക്കാൻ UDF-ന് ഈ വിഷയം കൊണ്ട് കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയരുന്നു. അനന്തൻ, ഇന്നിപ്പോൾ ഏറെക്കുറെ ഇക്കാര്യത്തിൽ ഒരു ഡീലായിട്ടുണ്ട്. ഭാര്യ മന്ത്രി ഗണേഷ് കുമാറിനോട് അനുഭവം പ്രഖ്യാപിച്ചു. അവർ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം ക്ഷമിച്ചു എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതികമായി ഈ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ രാഷ്ട്രീയമായും ധാർമ്മികമായും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിലാണ്. കാരണം ഇന്നും ഇന്നലെയായിട്ട് ഹോട്ട് സബ്ജക്റ്റാണ് ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിലെ കലഹം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ സമയത്ത് സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു വലിയ ആയുധമായിട്ട് പ്രതിപക്ഷം അത് ഉന്നയിക്കുകയും ചെയ്തു. അതിനകത്ത് ഇച്ചിരിയെങ്കിലും അവർക്കൊരു ഡ്രോബാക്ക് ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്ന് പത്രസമ്മേളനം നടത്തി കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതാണത് UDF-നും കോൺഗ്രസിനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷേ അതിനപ്പുറം എന്താണോ 2013 ഇതേ ഗണേഷ് കുമാറിന് എതിരെ മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ, അത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ബൈറ്റൊക്കെ, അന്നത്തെ ബൈറ്റൊക്കെ അതേപോലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ന് ഈ വിഷയം, ഈ ചൂട് പിടിച്ചു നിൽക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ക്യാബിനറ്റ് ചേരാൻ പോകുന്നത്. ഇന്ന് രാവിലെ നോക്കും മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത ഗണേഷ് കുമാർ രാജിവെക്കാൻ പോകുന്നു എന്നുള്ളൊരു അഭ്യൂഹമായിരുന്നു. അപ്പോൾ വളരെ നാടകീയമായി ചടുലതയോടെ ഒരു അണിയറ നീക്കം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ നിർദ്ദേശിച്ചത് പ്രശ്നം പരിഹരിച്ചിട്ട് ക്യാബിനറ്റിന് വന്നാൽ മതി, ഇല്ലെങ്കിൽ രാജി എന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിൻ്റെ ഗണേഷ് കുമാറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇതിനകത്ത് കർശനമായൊരു നിർദ്ദേശം ഗണേഷ് കുമാറിന് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഗണേഷ് കുമാർ ഒരു സോറി ആ ഭാര്യയെ ബിന്ദു മേനോനെ വിളിച്ച് പറയാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇതിനകത്ത് ഗണേഷ് കുമാറിന് രണ്ട് പ്രശ്നങ്ങളാണ് പത്തനാപുരത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒന്ന് NSS-ഉമായിട്ടുള്ള പ്രശ്നം. അവിടെ പുനലൂരിലൊരു പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NSS-ന്റെ പത്തനാപുരം താലൂക്ക് യൂണിയനുമായിട്ട് വലിയ അടിയാണ്. താലൂക്ക് യൂണിയനിലെ മറ്റു ഭാരവാഹികളായിട്ട് ഗണേഷ് കുമാർ വലിയ അടിയാണ്. ആ അടി നടന്നുകൊണ്ടിരിക്കുകയും ഗണേഷ് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നുള്ള ഒരു ശക്തമായ നിലപാട് അവിടുത്തെ താലൂക്ക് യൂണിയനിലെ മറ്റു ഭാരവാഹികൾ എടുക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഈ കുടുംബത്തിലെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം വരുന്നത്. അത് വലിയ പ്രശ്നമായി, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി ഗണേഷ് കുമാറിനെ മാറി. നമ്മളിപ്പോൾ ഗണേഷ് കുമാറുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഗണേഷ് കുമാർ ആകെ ഉലഞ്ഞുപോയി 2 ദിവസം എന്നുള്ളതാണ്. മാത്രമല്ല വർഷങ്ങളായി ശത്രുതയിലിരിക്കുന്ന പലരെയും ഗണേഷ് കുമാർ അനുനയിപ്പിച്ച് സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ച് അവരെയൊക്കെ മീഡിയേഷന് വേണ്ടി ഇറക്കുന്നുള്ളത്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ശരണ്യ മനോജ്, അദ്ദേഹമായിട്ട് ദീർഘകാലമായിട്ട് അടുത്ത ബന്ധുവാണ്. ഈ ശത്രുത കാരണം ശരണ്യ മനോജ് കേരള കോൺഗ്രസ് B വിട്ട് കോൺഗ്രസിൽ പോയ ആളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് വരെ കോംപ്രമൈസ് ആവുകയും ഈ ഒരു മീഡിയേഷന് വേണ്ടി ഇടപെടുകയും ഒക്കെ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗണേഷ് കുമാറിന് ഒരു അടി പതറുന്ന സിറ്റുവേഷനിലേക്ക് ഈ കേസ് കൊണ്ടുവന്നു, ഈ വിഷയം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ന് ക്യാബിനറ്റിന് മുൻപ് അത് പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടെ ഗണേഷ് കുമാറിൻ്റെ മന്ത്രിപദം മുന്നണിക്കുള്ളിൽ മറ്റൊരു പ്രശ്നം കൂടി രൂപപ്പെട്ടേനെ. കാരണം CPI-യും KB ഗണേഷ് കുമാറും തമ്മിൽ നല്ല ബന്ധത്തിലല്ല, പത്തനാപുരത്ത് ഉൾപ്പെടെ. ഇന്നലെ തന്നെ അതിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തു. CPI നേതാവ് സന്തോഷ് കുമാർ ഉൾപ്പെടെ ഈ രംഗത്ത് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു മുമ്പ് GR അനിൽ ഇതൊരു പ്രശ്നമാണ്, ഞങ്ങൾ ക്യാബിനറ്റിൽ കൊണ്ടുവരും എന്ന തരത്തിലേക്കും ചർച്ചകൾ വന്നു. വളരെ സങ്കീർണമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് ഇങ്ങനെ ഈ സോറി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത്. ജനങ്ങളെ സംബന്ധിച്ച് ഒന്ന് പോപ്പുലറാണ്, സിനിമാ നടനാണ്, മുഖം കണ്ടാ അറിയാം, എല്ലാ മന്ത്രിമാരെയും അങ്ങനെ ജനങ്ങൾക്ക് അറിയില്ല. 2 KSRTC-യുടെ കാര്യത്തിൽ ഒരു കാര്യമായ മാറ്റം. അത് മാത്രമല്ല, അതിന് തൊട്ടു മുമ്പ് ആന്റണി രാജുവും അതിനു മുമ്പ് AK ശശീന്ദ്രനും കൈകാര്യം ചെയ്ത വകുപ്പ് കൂടിയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു സ്വകാര്യപരമായ കാര്യങ്ങളുണ്ട്, എനിക്കത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകുകയും അദ്ദേഹം അത് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് ഏതെങ്കിലും ഒരു അളവുകൾ കൊണ്ട് അളക്കേണ്ട കാര്യമുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, കരക്കെടുക്കാത്ത കപ്പൽ എന്നാണ് KB ഗണേഷ് കുമാർ എഴുതിയിട്ടുള്ള ഒരു നോവൽ. ആ നോവൽ എടുത്തിട്ടുണ്ട്. ഇപ്പം അത് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല, KB ഗണേഷ് കുമാർ അദ്ദേഹം കലാകാരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ കരക്കെടുക്കാത്ത കപ്പൽ എന്ന് പറയുന്ന നോവൽ പോലെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഒരു കാരണവശാലും അതങ്ങോട്ട് അടുക്കത്തില്ല. അത് ബാലകൃഷ്ണപിള്ള ഉള്ള സമയത്തും അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള ഉള്ള സമയത്തും ഇതിനേക്കാളും വലിയ ഭൂകമ്പങ്ങൾ നടന്നിട്ടുണ്ട്. KB ഗണേഷ് കുമാർ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വരുന്നതും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതും ഒരു ചെറിയ കാര്യമല്ല, തുടർച്ചയായിട്ടുള്ളതുമല്ല. ഗണേഷിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ് താൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് എന്നുവരെ
അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും ഗണേഷ് കുമാറിന്റെ ആത്മവിശ്വാസവും ഒക്കെ പത്തനാപുരം മണ്ഡലത്തെ കുറിച്ചാണ്. എൻ്റെ ഈ ജനങ്ങൾ എന്നെ കണ്ടില്ലേ, പുറകിൽ നിന്ന് സ്ത്രീകളെയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഡാമേജ് LDF പ്രതിപക്ഷം ഉന്നയിച്ച വാചകം ഇതാണ്: മന്ത്രിമന്ദിരത്തിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷിതത്വമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അതിജീവിതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള പ്രചരണം ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മറ്റു മണ്ഡലങ്ങളിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും? ഗണേഷ് കുമാറിന്റെ ധാർമ്മികത, മണ്ഡലങ്ങളിൽ എങ്ങനെ വരുന്നു എന്ന് അത് തന്നെയാണ് സ്പീക്കർ പറഞ്ഞത്. ജനങ്ങൾ വിലയിരുത്തട്ടെ. എങ്ങനെയാണ് ഇപ്പൊ നിയമമന്ത്രിയും പറയുന്നതാണ് ജനങ്ങളെ വിലയിരുത്തട്ടെ. ആ ഒരു വെല്ലുവിളി ഈ ഒരു ഘട്ടത്തില് LDF ഏറ്റെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ആ മന്ത്രിക്ക് നേരെ ഒരു നടപടിയുമില്ല, തുടർന്നുള്ള ചർച്ചകളില്ല. ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അദ്ദേഹം മാപ്പ് പറയുന്നു, പ്രശ്നം തീരുന്നു എന്നുള്ള വിലയിരുത്തൽ മാത്രമല്ല LDF-നുള്ളത്. അത് ജനസമൂഹം നോക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന അവമതിപ്പ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. മന്ത്രിക്ക് 5000 പ്രണയം ഉണ്ടാവുന്നത് വ്യക്തിപരമായ കാര്യം, വിഷയാസക്തി ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ വിഷയമായിരിക്കില്ല. പക്ഷേ മന്ത്രിമന്ദിരത്തിൽ നിന്ന് മന്ത്രിയുടെ ഭാര്യയ്ക്ക് 112 വിളിച്ച് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരിക, പോലീസ് വന്ന് നോക്കി നിൽക്കുക, ഇതൊക്കെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടല്ലോ. ഈ അവമതിപ്പിനെ എങ്ങനെയാണ് ഇടതു മുന്നണി നേരിടുക എന്നതാണ്. 5000 പ്രണയം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന കൂടിയാണത്. കാരണം ഇത്രയേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഇന്നിപ്പോ ഇവിടെ ഒരു നിയമപരമായ ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു ധാർമ്മികത എന്നൊരു വിഷയമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സമയത്തും അത് നമ്മളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും VS ഒക്കെ അതിനെ വളരെ പലർക്കും സീറ്റ് നിഷേധിക്കാൻ വരെ കാരണമാക്കി ആ ധാർമ്മിക പ്രശ്നം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശരിക്കും ജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത് സത്യത്തിൽ ഇപ്പോൾ LDF-ന് നേരിടേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം LDF-ഉം മന്ത്രിയും രക്ഷപ്പെട്ടു എന്നല്ലാതെ ഇത് LDF ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം മുമ്പും 2013 ഇതേ ഗാർഹിക പ്രശ്നമായിരുന്നല്ലോ, ബലാത്സംഗ ചാർജ് ഒന്നുമല്ല. അന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയാവും, അതിൽ സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കേസ് എന്നുള്ളതൊരു സാങ്കേതികത്വമാണ്. കേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ്, മന്ത്രിക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ്. സമാന സാഹചര്യമാണെങ്കിലും അന്ന് മർദ്ദനമേറ്റത് ആർക്കാണ് എന്നൂടെ ഓർക്കണം. അല്ല, അന്ന് മർദ്ദനമേറ്റതിന്റെ ഗാർഹിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു കേസിന് സ്കോപ്പുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രസ്താവനയാണ് ബിന്ദു മേനോൻ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ ചടുലമായ ഇടപെടലും ഈ പ്രശ്നപരിഹാരത്തിലേക്ക് നയിച്ചതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ ബിന്ദു മേനോന്റെ പ്രതികരണത്തിൽ അവർ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ അവരുമായിട്ട് സൗഹൃദമുണ്ട്, ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രഷർ ടാക്ടിക്സ് ആണ് ബിന്ദു മേനോന്റെ എന്നുള്ളതാണ്. കാരണം എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെങ്കിലും ഇതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. ഇതില്ലെങ്കിൽ ഇത് പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഡാമേജ് ആകും എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് തന്നെ പ്രതിപക്ഷം ഏറ്റെടുത്ത് പിടിക്കുകയും ചെയ്യും. വേറൊരു കാര്യം, ഇപ്പോൾ UDF-ന് ഇതൊക്കെ പ്രതിപക്ഷത്തിനൊക്കെ ഇത് ഉന്നയിക്കാൻ അവകാശമുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ ഇന്നലത്തെ ഏറ്റവും വലിയ ഒരു ഒരു ആഭാസത്തരം കണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിഷയം ഗണേഷ് കുമാറിന്റെ വിഷയമല്ല, അതുപോലെ തന്നെ തുല്യമായ ഒരു ആഭാസത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് കോൺഗ്രസിന് വേണ്ടി വാദിച്ചു. മൂന്ന് കേസുകളാണ്, അതും മൂന്നും വളരെ പരാതിയുള്ള കേസുകൾ. അതിൽ പ്രതിയാണ്, ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ്. വളരെ ഗുരുതരമായ സ്വഭാവമുള്ള കേസുകളുള്ള ഒരാൾ വന്നിട്ട് ഈ കേസ് ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നാണം കെട്ട കോൺഗ്രസിന് ശരിക്കും അയാളെ കോൺഗ്രസ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ്. നടന്ന് ഈ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇങ്ങനെ പരസ്യമായ പ്രതികരണമൊക്കെ നടത്തുമ്പോൾ അത് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ കൂടി പ്രതിസന്ധിയിലാക്കുന്നത്. മാത്രമല്ല ഈ രാഹുൽ വിഷയം എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു. അതെ, കോൺഗ്രസിന്റെ ആയുധത്തിന്റെ മൂർച്ച പോയി. അതെ അതെ, ആ ഒരൊറ്റ പ്രസ്താവനയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റർ ചെയ്തതോടുകൂടി വലിയൊരു വജ്രായുധം കിട്ടിയത് കൈനങ്ങ് പോയി കോൺഗ്രസ്. രണ്ട് സംശയം എനിക്കുണ്ട്. ഒന്ന്, നിങ്ങൾ പറയുന്നത് പോലെ ഇത് LDF-ന്റെ ഒരു ധാർമ്മിക പ്രശ്നമായിട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളത്. അതല്ല, പത്തനാപുരത്തെ ജനങ്ങൾക്ക് KB ഗണേഷ് കുമാർ പത്തനാപുരത്തെ ജനങ്ങളിൽ KB ഗണേഷ് കുമാർ കൊടുക്കുന്ന വിശ്വാസം പോലെ മറ്റു മണ്ഡലങ്ങളിലെ ജനങ്ങളും KB ഗണേഷ് കുമാറിനെ അളക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബകാര്യം വെച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തകൻ, മന്ത്രി എന്ന നിലയിലൊക്കെ അദ്ദേഹം നാടിനെന്ത് ചെയ്തു എന്നതിനെ കരുതിയിട്ടാണ് എന്ന് കരുതിയാൽ ഈ പ്രശ്നം കൃത്യമായിട്ട് മാറും. കേവല കുടുംബകാര്യമാണോ എന്ന പ്രശ്നമുണ്ട്. പോലീസ് ഇൻവോൾവ് ചെയ്ത ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടായി എന്ന ഒന്നാമത്തെ വിഷയം. മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഇതിന് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതേ വിഷയത്തിൽ മുമ്പ് പിണറായി
വിജയനും വി എസ് അച്യുതാനന്ദനും ഇടത് നേതാക്കളും ഒക്കെ സ്വീകരിച്ച ഒരു ലൈനുണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ അളന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളെയും അളക്കുന്നു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾക്കിത് നേരത്തെ അറിയുമായിരുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പരാതി വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒറ്റ മണിക്കൂർ അടച്ചിട്ട മുറിയിൽ രാധാകൃഷ്ണനോട് 1 മണിക്കൂർ നിങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചത് എന്ത്? ഇത് വെളിപ്പെടുത്തു എന്ന് എത്ര തവണ പറഞ്ഞു? അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ് അതിൽ ഇടത് നേതൃത്വം നേരിടുന്ന ഒരു ധാർമ്മിക പ്രതിസന്ധി. അത് പത്തനാപുരത്തെ റിസൾട്ടുമായിട്ടൊന്നും അതിന് ബന്ധമുണ്ടാവില്ല, പക്ഷേ അതൊരു ധാർമ്മിക പ്രതിസന്ധിയാണ്.